പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിവാഹ ദിവസം ഇത്രയും സമയമായിട്ടും മുഹൂർത്ത സമയമായിട്ട് പോലും വിനീതിനെ കാണാത്തത് കൊണ്ട് തന്നെ ഗംഗ വല്ലാത്ത ടെൻഷനായിരിക്കും. ഇപ്രാവശ്യം തന്റെ വിവാഹം നടക്കില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പാഴ്ജന്മം ഇനി ഭൂമിയിലേക്ക് വേണ്ട എന്നൊക്കെ തീരുമാനിച്ച് ഗംഗ ഏതായാലും ജീവനൊടുക്കാനങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു വലിയ കൊക്കയിലേക്ക് ആ പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കാനായിരിക്കും ഗംഗയുടെ തീരുമാനം. അങ്ങനെ ഗംഗ താഴേക്കങ്ങ് ചാടാനൊരുങ്ങുന്ന സമയത്താണ് പെട്ടെന്ന് ഗംഗയുടെ കയ്യിലേക്ക് ഒരു പിടുത്തമങ്ങ് വന്ന് വീഴുന്നത്. അത് മറ്റാരുടേതുമല്ല, വിനീത് തന്നെയായിരുന്നു. ഒരു നിമിഷം ഗംഗ അങ്ങ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. വിനീതിനെ കണ്ടപ്പോൾ ഗംഗക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. അപ്പോഴേക്കും കാവേരിയും അതുപോലെ നിവിനും അങ്ങോട്ടേക്ക് ഓടിക്കയറി വന്നു. കാവേരി വന്ന് ചോദിച്ചു, എന്താ ഗംഗേച്ചി ഇത്? ഗംഗേച്ചി ഇതെന്ത് കാണിക്കാൻ പോവായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തന്നെ ഗംഗ ഇങ്ങനെ ആകെ പേടിച്ചു വിറച്ച് നിൽക്കുകയാണ്. അത് പിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഗംഗ ഇങ്ങനെ തുടങ്ങുമ്പോഴേക്കും ഗംഗേച്ചി എന്നാലും ഈ ചതി ഞങ്ങളോടൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് കാവേരി പറഞ്ഞു. അന്നേരം ഗംഗ പറഞ്ഞു, എനിക്കിനി ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി, ഞാനെന്തിനായി ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ആ സമയത്തിന് വിനീത് പറഞ്ഞു, പ്ലീസ് ഗംഗെ, സോറി കേട്ടോ, എനിക്ക് കൃത്യസമയത്ത് അങ്ങോട്ടേക്ക് വരാൻ പറ്റിയില്ല, എന്നാലും സാരമില്ല. അന്നേരം കാവേരി പറഞ്ഞു, അതിന് മുഹൂർത്തൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ലല്ലോ, വിനീതേട്ടൻ വരാൻ പറഞ്ഞിട്ട് കൃത്യസമയത്തിന് വന്നിട്ടുമുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടത്തണമെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗംഗ കാവേരി എന്ന് നോക്കി പറഞ്ഞു, വേണ്ട മോളെ, ഇനി ഞാനില്ല, ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. ഗംഗേച്ചി എന്ത് പരിപാടിയായി പറയുന്നത്? ദേ സമയം ഒരുപാടധികം വൈകി, മുഹൂർത്തത്തിന് മുൻപേ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് എത്തണം. ഇപ്പൊ ഏതായാലും മുഹൂർത്തം തെറ്റിയിട്ടൊന്നുമില്ല, ദേ എല്ലാവരും അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗയും കൂട്ടി വിനീതും കാവേരിയും കൂടി ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഈ സമയത്തിന് പൂജാരി അവിടെ നിന്നും പോവാനായിട്ട് ഒരുങ്ങായിരിക്കും. കാരണം കല്യാണ പെണ്ണിനെ കാണാനില്ല, കല്യാണച്ചക്കൻ ഇതുവരെ വന്നിട്ടുമില്ല. അതുകൊണ്ട് തന്നെ പൂജാരി ഇങ്ങനെ പോവാനായിട്ട് തുടങ്ങുന്ന സമയത്തിന് ജയബാലൻ പൂജാരിയോട് കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിനീത് ആക്സിഡന്റ് ആയി, ഇനിയിപ്പൊ കല്യാണ ചെറുക്കം വരത്തില്ല എന്നൊക്കെ, വരില്ലാത്തത് കൊണ്ട് തന്നെ കല്യാണം മുടങ്ങുമെന്നൊക്കെ പറഞ്ഞു. ആരോടും പറയണ്ട, നിങ്ങൾ എവിടെ നിന്ന് സ്ഥലം വിട്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ഗംഗയും കൂട്ടിക്കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെല്ലുന്ന സമയത്താണ് പൂജാരി ഇറങ്ങിപ്പോവാൻ നോക്കുന്നത്. പെട്ടെന്ന് തന്നെ കാവേരി അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു. അല്ല തിരുമേനി ഇത് എവിടെ പോവാണെന്ന് ചോദിക്കുന്ന സമയത്തിന്, അല്ല പിന്നെ അത് പിന്നെ കല്യാണം നടക്കില്ലല്ലോ എന്ന് പറയും. നടക്കില്ലെന്ന് ആര് പറഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്തിന്, അത് പിന്നെ ഈ ജയവാലൻ പറഞ്ഞു, കല്യാണ ചെറുക്കൻ എന്തോ ആക്സിഡന്റ് പറ്റിയെന്നൊക്കെ പറഞ്ഞു എന്ന് പറയാ തിരുമേനി. ആക്സിഡന്റ് ഒന്നും പറ്റിയിട്ടില്ല, ദേ വിനീതേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, തിരുമേനി പെട്ടെന്ന് വാ, നമുക്ക് കല്യാണം നടത്താമെന്ന് കാവേരി പറഞ്ഞു. തിരുമേനി ഒരു അന്താളിപ്പോടുകൂടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ജയപാലന് കിട്ടിയ ഏറ്റവും വലിയൊരു അടിയായിരുന്നു അത്. ജയപാലൻ ഇത്ര മാത്രമൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ ജയപാലൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് നൈസായിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് വിനീതും ഗംഗയും അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. ജയബാലൻ അവരെ ഒന്ന് നോക്കി. ആ സമയത്തിനെ കാവേരി പറഞ്ഞു, വിനീതേട്ടാ എത്രയും പെട്ടെന്ന് തന്നെ ഗംഗേച്ചയും കൂട്ടിച്ച് അങ്ങോട്ടേക്ക് മണ്ഡപത്തിലേക്ക് ചെല്ലേ, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജയബാലന്റെ അടുത്തേക്ക് കാവേരി വരികയാണ്. അല്ല ജയബാലൻ അങ്കിൾ ഇതെങ്ങോട്ടേക്കായി പോകുന്നത് എന്ന് ചോദിക്കാണ് കാവേരി. അത് ഞാൻ കല്യാണം കൂടാ വന്നതല്ലേ, അപ്പൊ പിന്നെ കല്യാണം കൂടാ പോയാൽ എങ്ങനെയാ ശരിയാവുന്നത് എന്ന് ചോദിച്ചപ്പോ, അല്ല നീ ഇത് എവിടെയായിരുന്നു എന്ന് അയാൾ തിരിച്ചു ചോദിച്ചു. ഓ ഞാനോ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു. ഏതായാലും ലേറ്റ് ആയിട്ട് വരുമെന്നൊരു ഡയലോഗ് അങ്കിൾ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കും. കേട്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, ഈ കാവേരി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര വരവായിരിക്കുമെന്ന് പറയാണ് അവള്. കാവേരി കുറച്ച് താമസിച്ചാലും എന്നാലും വന്നല്ലോ, അതുകൊണ്ട് അങ്കിളെ ഒരു കാര്യം ചെയ്യേ, അങ്കിൾ അങ്ങോട്ടേക്ക് കയറി വാ, കല്യാണം കൂടിയിട്ട് പോയാൽ മതിയെന്ന് കാവേരി പറഞ്ഞു. എന്തായാലും മുടക്കാൻ കുറച്ച് പണിപ്പെട്ടതല്ലേ എന്നും അവള് തിരിച്ചു ചോദിക്കണ്. അപ്പോഴേക്കും ജയബാലൻ പറഞ്ഞു, മുടക്കാനോ, ഞാനോ, എപ്പോഴാണ് അങ്ങനെ നോക്കിയത്? അയാൾക്കൊന്നും അറിയില്ലാത്ത രീതിയിലാണ് അയാൾ വന്ന് നിന്നത്. വേണ്ട അങ്കിളെ, കൂടുതൽ ഡയലോഗും കാര്യങ്ങളൊന്നും എന്നോട് പറയണ്ട, അങ്കിള് വാ, കല്യാണം കൂടിയിട്ട് ആശീർവദിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു വിളിക്കും. അത് കേട്ടപ്പോൾ ജയപാലൻ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ പറയാൻ നീ ആരാടിയെന്ന്? ആരാണെന്ന് മനസ്സിലായില്ലേ, ഞാൻ അരവിന്ദിന്റെ മോളല്ലേ, ദേ ജയപാലൻ അങ്കിളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മോള്, കൂടപ്പുറപ്പിന്റെ മോള് തന്നെയാണെന്ന് പറയാം. അപ്പൊ പിന്നെ അങ്കിൾ ഇങ്ങനെ പോയാൽ എങ്ങനെ ശരിയാവും? നാട്ടുകാരൊക്കെ ചോദിക്കില്ലേ, ഇങ്ങോട്ടേക്ക് വാങ്കിളേ എന്നൊക്കെ പറഞ്ഞ് കയ്യോടങ്ങ് പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ്. ജയപാലിന് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യും. ഇവളാണെങ്കിൽ കയ്യിൽ പിടിച്ചു വലിച്ച് നിൽക്കുവാണ്. ഒടുവിൽ ജയപാലൻ അങ്ങോട്ടേക്ക് വരേണ്ടതായിട്ട് വന്നു. ആ സമയത്തിന്റെ രാധവ ഓടി വന്ന് വിനീതിനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. എടാ മോനെ, നീ ഇത് എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ നിന്നെ എത്രമാത്രം നോക്കിയെന്നോ, എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്നറിയാമോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ പിന്നെ പറയാമെന്ന് വിനീത് പറഞ്ഞു. അല്ല കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് അങ്ങോട്ടേക്ക് ശാരദ വന്ന് ചോദിക്കുന്നുണ്ട്, മോനെ നീ ഇത്രയും നേരം ഇത് എവിടെയായിരുന്നു? ഗംഗമോൾ ഇത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും. ഗംഗയെ കാണാഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഭയങ്കര അധികം വിഷമിച്ചു എന്നൊക്കെ പറയണേ. അന്നേരം കാവേരി അങ്ങ് പറഞ്ഞു, അമ്മേ കഥകളൊക്കെ കെട്ട് കഴിഞ്ഞിട്ട് പറയാം, മുഹൂർത്തം കഴിയാറാവുന്നതിന് മുൻപേ തന്നെ കെട്ട് നടക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒടുവിൽ ആ ഒരു ശുഭ മുഹൂർത്തത്തിൽ തന്നെ ഗംഗയുടെ കഴുത്തിൽ വിനീത് അങ്ങ് താലി ചാർത്തുകയാണ്.
ജയപാലൻ ഈ ഒരു കാഴ്ചയെല്ലാം തന്നെ അന്താളിപ്പോടു കൂടിയായിരിക്കും നോക്കി നിൽക്കുന്നത്. കാവേരി ഒരു വിജയിച്ച ചിരി അങ്ങ് പാസ്സാക്കുകയാണ്. കാവേരിക്ക് ഭയങ്കര സന്തോഷവും സമാധാനമായി. അങ്ങനെ കെട്ടൊക്കെ മംഗളകരമായി നടന്നതിന് ശേഷം രാധമ്മയെ കെട്ടിപ്പിടിച്ച് വിനീത് കരയുന്നുണ്ട്. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ വിനീതിന്. അതുപോലെ തന്നെയായിരുന്നു രാധമ്മക്കും. അതിനുശേഷം രാധമ്മയുടെ ശാരദയുടെ ഒക്കെ കാല് തൊട്ട് രണ്ടുപേരും അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. ഗംഗക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം താൻ ഒരു കാരണവശാലും വിനീതിന്റെ ജീവിതത്തിലേക്ക് വരില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുമായിരുന്നല്ലോ അവൾ. പക്ഷേ വിനീതേട്ടനായിരിക്കണം തൻ്റെ ജീവിതത്തിലേക്ക് വരേണ്ടിയിരുന്നതും ദൈവം ചിലപ്പോൾ കരുതിയിട്ടുണ്ടാവും. അതായിരിക്കും ഇത്ര തടസ്സങ്ങളൊക്കെ നേരിട്ട് കൊണ്ടും ഒടുവിൽ വിനീതേട്ടൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത് എന്ന് അവളിങ്ങനെ ചിന്തിക്കാണ്. വിധിയെ തടുക്കാൻ ആർക്കും സാധിക്കില്ലല്ലോ. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ കാര്യങ്ങളെല്ലാം തന്നെ കാവേരി തുറന്നു പറയുന്നത്. വിനീതേട്ടൻ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ. അതൊക്കെ കേട്ടപ്പോൾ രാധമ്മക്ക് ഭയങ്കര സങ്കടമായിട്ട് സഹിക്കാൻ പറ്റാതെയായിരുന്നു. ഇതേ സമയത്താണെങ്കിൽ നിവിൻ അവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നിവിനാണെങ്കിൽ ഇപ്പോൾ വിനീതിന്റെ വീടിന്റെ മുറിക്കകത്താണ്. നിവിൻ പതുക്കെ പുറത്തേക്ക് കിടക്കുകയാണ്. ഓട് പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആ ഒരു വഴിയായിരുന്നു. കാവേരിയായിരുന്നു വിനീതിനെ അകത്ത് കയറിയിട്ട് രക്ഷപ്പെടുത്തിയത്. അങ്ങനെ നിവിൻ പുറത്തിറങ്ങി നേരെ ക്ഷേത്രത്തിലേക്ക് പോരുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുജാത അടുത്തേക്ക് ചെന്ന് നോക്കി. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ആരെയും അവിടെ കാണുന്നില്ല. അപ്പോൾ കുറച്ചു മുൻപ് വരെ ഇവിടെ വിനീത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്ന കാരണം ഇവർ നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ വിനീത് നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നി. കതക് തുറക്കാതെ ആ ഒരു ചെറിയ പഴുതിലിട നോക്കിയപ്പോൾ പെട്ടെന്ന് അവിടെ വിനീതിനെ കാണുന്നില്ല. മുഹൂർത്തം കഴിഞ്ഞു. ഇനിയിപ്പോൾ അവൻ എവിടെ പോകാനാണെന്നൊക്കെ ചിന്തയായിരുന്നു അവർക്ക്. ഏതായാലും ഒന്ന് നോക്കിയേക്കാമെന്നൊക്കെ കരുതിയിട്ട് അവിടെ പോയി നോക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോൾ ആ റൂമിൽ ആരും തന്നെയില്ല. അയ്യോ, ചതിച്ചല്ലോ എൻ്റെ ഭഗവാനെ, അവൻ ഇവിടെ നിന്നും പോയല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓടി വരികയാണ്. ഗീതയുടെ അടുത്തേക്ക് വരികയാണ് സുജാത ഓടി വന്ന് ഗീതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോളെ, അവിടെ എങ്ങും വിനീതിനെ കാണുന്നില്ല. അമ്മേ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അവൻ പോയി കാണുമോ? ക്ഷേത്രത്തിലെങ്ങാനും അവൻ പോയി കാണുമോ എന്ന് ചോദിക്കും. അവളുടെ കഴുത്തിൽ അവൻ എങ്ങാനും ഇനി താലി ചാർത്തി കാണുമോ? കുറച്ചു മുൻപ് വരെ അവൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടതല്ലേ എന്ന് പറയും ഗീത. അമ്മ ശരിക്കും നോക്കിയതാണോ എന്ന് ചോദിച്ചപ്പോൾ ഇനി ഞാൻ കതക് തുറന്ന് നോക്കിയില്ല എന്നേ ഉള്ളൂ, അല്ലാതെ അവനെ ഞാൻ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയും. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ക്ഷേത്രത്തിലേക്ക് പോവാമെന്ന് പറഞ്ഞു കൊടുത്തിനെ അവർ രണ്ടുപേരും നേരെ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്ത് തന്നെ വിനീതും ഗംഗയും അങ്ങനെ എല്ലാവരും കല്യാണമെല്ലാം കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇനിയിപ്പോൾ ചെറിയ സദ്യയൊക്കെ ആണെങ്കിൽ വീട്ടിലത് ഒരുക്കിയിട്ടുമുണ്ട്. പിന്നീട് ജയപാലിൻ്റെ അടുത്തേക്ക് ചെന്ന് വിനീത് പറഞ്ഞു, അങ്കിളെ, എങ്കിൽ ശരി, ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ എന്ന് ചോദിക്കും. ജയപാലിൻ്റെ മുഖത്ത് ഒരു അടിയേറ്റതുപോലെയായിരുന്നു ആ ഒരു രംഗം. ശാരദ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ജയപാലേട്ടാ, വിനീത് എൻ്റെ ഗംഗയുടെ കഴുത്തിൽ താലി ചാർത്തുമെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? ജയപാലേട്ടന് വിശ്വാസം വന്നില്ലായിരുന്നല്ലോ, പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറയും. അങ്ങനെ ജയപാലനാണെങ്കിൽ ആകെ നാറി നാണം കെട്ടുകൊണ്ടായിരിക്കും അവിടെ നിന്നും പോകുന്നത്. ഇതിലും വലിയൊരു അടി അയാൾക്കിനി കിട്ടാനുണ്ടായിരുന്നില്ല. അയാൾ പോയി കഴിഞ്ഞപ്പോൾ രാധമ്മ വന്ന് വിനീതിനോട് പറഞ്ഞു, മോനെ, ഇവളെയും കൂട്ടിക്കൊണ്ട് നീ വീട്ടിലേക്ക് പോകുകയല്ലേ എന്ന് ചോദിക്കും. അത് കേട്ടപ്പോൾ കാവേരി ഒന്ന് വിനീതിനെ നോക്കി. അപ്പോഴേക്കും നിവിനും കൂടി അങ്ങോട്ടേക്ക് വന്നു. നിവിൻ വന്ന് വിനീതിനെ മാറ്റി നിർത്തി കാര്യങ്ങളൊക്കെ പറയാണ്. അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നീ അവിടെ ഉണ്ട് എന്ന് ഓർത്തുകൊണ്ടാ അവരിപ്പോഴും ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. സാരമില്ല, ഞാൻ ഏതായാലും ഇവളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങാന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും സുജാതയും ഗീതയും കൂടെ ക്ഷേത്രത്തിലേക്ക് അങ്ങ് വരികയാണ്. അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച കല്യാണം കഴിഞ്ഞ് ഗംഗയുടെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ വിനീത് ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ചയായിരിക്കും. അത് കണ്ടപ്പോൾ സുജാതക്കും ഗീതക്കും അത് സഹിക്കാൻ പറ്റുന്നില്ല. സുജാത പാഞ്ഞു വന്ന് വിനീതിന്റെ കോളറിനങ്ങ് കുത്തിന് പിടിച്ചുകൊണ്ട് ചോദിച്ചു, എടാ, ചതിച്ചില്ലോടാ നീ? അപ്പോൾ എന്നെ പറഞ്ഞു പറ്റിച്ചിട്ട് നീ ഇവളുടെ കഴുത്തിൽ താലി ചാർത്തിയല്ലേ എന്നൊക്കെ ചോദിക്കും. ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയിലായിരുന്നു സുജാത. സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ആ സമയത്തിന് രാധമ്മ വന്ന് പറഞ്ഞു, എടി, എന്ത് പരിപാടിയാണ് നീ കാണിക്കുന്നത്? വിടടി അവനെ എന്നൊക്കെ പറഞ്ഞങ്ങ് വിടിയിപ്പിക്കുകയാണ്. എടി, നിന്റെ മകനായത്. ഗംഗയെ നിനക്കറിയാലോ, അരവിന്ദന്റെ മോളല്ലേ, നിന്റെ കൂടപ്പിറപ്പിന്റെ മോളല്ലേ, പിന്നെ നീ എന്തിനാ ഇത്രമാത്രം ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കും. ദേ, മിണ്ടരുതമ്മേ, എന്റെ മോനെ കൊണ്ട് എല്ലാവരും കൂടി കുളത്തിലങ്ങ് ചാടിച്ചില്ലേ, എനിക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ ഞാൻ മുറിക്കകത്തിട്ട് പൂട്ടിയത്. ഒടുവിൽ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്നു. അവൻ വെറുതെ അവിടെ നിന്നും വരില്ല എന്നൊക്കെ എനിക്കറിയാം. രക്ഷപ്പെട്ട ഇവന്റെ പിന്നിൽ മിക്കവാറും ശാരദെ, നീയും നിന്റെ മക്കളും തന്നെ ആയിരിക്കുമല്ലേ എന്നൊക്കെ ചോദിക്കും. ഇത് കേട്ടപ്പോൾ ശാരദക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ വന്നു. സുജാതയുടെ ഓരോ സംസാരം കേട്ട് കഴിയുമ്പോൾ ശാരദക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നീട് സുജാത പറഞ്ഞു, എടാ, നിന്നെ ഞാൻ വീട്ടിലേക്ക് കയറ്റുമെന്ന് നിനക്ക് തോന്നുന്നതോ? ഒരിക്കലുമില്ലടാ. നിന്നെ ഈ നിമിഷം ഞാൻ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുവാണ്. എൻ്റെ വീട്ടിലേക്ക് നീ കയറി പോരരുത്. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അധികം ദേഷ്യപ്പെട്ട് ചീത്തയൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും സുജാത പോകുന്നത്. അന്നേരം വിനീത് പറഞ്ഞു, അമ്മേ, ഞാൻ പറയുന്നതൊന്നും അമ്മ കേൾക്ക്. വേണ്ടടാ, നീ കൂടുതലൊന്നും പറയണ്ട. നിനക്കിനി ഇങ്ങനൊരു അമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. ഗീതയും പറയുന്നുണ്ട്, നിനക്കിനി ഇങ്ങനൊരു ചേച്ചിയില്ലാന്ന് നീ അങ്ങ് കൂട്ടിക്കോ. മേലാൽ ആ പടിക്ക് വന്ന് കാല് കുത്തിയേക്കരുത് എന്നൊക്കെ പറയും. ഒടുവിൽ രാധമ്മ പറഞ്ഞു, എടി സുജാതെ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ഇവർ തള്ളിക്കളയാനൊന്നും എനിക്ക് പറ്റില്ല. വിനീതേ, നീ പേടിക്കണ്ട. അരവിന്ദൻ ഒരു ഒന്നാന്തരം വീടവിടെ പണിത് വെച്ചിട്ടുണ്ട്. മക്കൾ അങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞു. വീടില്ലാതെ അങ്ങനെ അങ്ങോട്ടേക്ക് പോവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്തിന് വിനീത് അപ്പോൾ സുജാതയോട് അപേക്ഷിക്കാണ്. പക്ഷേ സുജാത കേൾക്കാനൊന്നും തയ്യാറായില്ല.
ശാരദ വന്ന് വിനീതിന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു, മോനെ, മോൻ വിഷമിക്കൊന്നും വേണ്ട. സ്നേഹതീരത്ത് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ മുറികളുമുണ്ട്. നിങ്ങൾ അങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടിയാണ് ശാരദ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അങ്ങനെ വിനീതും ഗംഗയും വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ കാവേരിയും ശാരദയും എല്ലാവരും ചേർന്ന് കൊടുത്തിന് നിലവിളൊക്കെ കൊടുത്ത് ആരതി ഒഴിഞ്ഞുകൊണ്ടായിരിക്കും ഗംഗയും വിനീതിനെയും വീട്ടിലേക്ക് കയറ്റി സ്വീകരിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ല സൂപ്പർ അടിപൊളി രംഗങ്ങളൊക്കെ തന്നെയായിരിക്കും കേട്ടോ ഈ പുഴയും കടന്ന് സീരിയലിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.